നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ആ ബെൽ ഐക്കണിൽ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ട്രൂ മാർക്കറ്റിംഗ് കേസുമായിട്ട് സ്വാഗതം. എൻ്റെ പേര് അഭിജിത്ത്. ഞാനിന്ന് പറയാൻ പോകുന്നത് സാംസങ്ങിന്റെ ഈ വർഷത്തെ 10,000 രൂപ റേഞ്ചിലുള്ള മികച്ച ഫോണിന്റെ റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഈ വർഷത്തെ 10,000 റേഞ്ചിൽ വരുന്ന സാംസങ്ങിന്റെ ഫോണാണ് സാംസങ് ഗാലക്സി F22. ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തുനിന്നാണെങ്കിൽ 6.4 ഇഞ്ച് സൂപ്പർ AMOLED LED HD+ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോണിന്റെ റീഫ്രഷ് റേറ്റ് വന്നിരിക്കുന്നത് 90Hz ആണ്. അതുപോലെ തന്നെ ഫോണിന്റെ ടച്ച് സാമ്പിളിംഗ് വന്നിരിക്കുന്നത് 140 Hz ആണ്. അതുപോലെ തന്നെയാണ് ഫോണിന്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് വന്നിരിക്കുന്നത് 800 Nits ആണ്. ക്യാമറയുടെ ഭാഗത്തു നിന്നുമാണെങ്കിൽ ക്വാഡ് ക്യാമറ മോഡലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിറകിലായി 4 ക്യാമറ കൊടുത്തിരിക്കുന്നത്. 48 മെഗാപിക്സൽ മെയിൻ ക്യാമറ, 8 മെഗാപിക്സൽ വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാപിക്സൽ മാക്രോ, അതുപോലെ തന്നെ 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസർ കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. മുൻഭാഗത്തെ ക്യാമറ വന്നിരിക്കുന്നത് 13 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതും വാട്ടർ നോച്ചിലാണ് വന്നിരിക്കുന്നത്. ഫോണിന്റെ പെർഫോമൻസിന്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ മീഡിയടെക്കിന്റെ G80 എന്ന പ്രോസസറാണ് വന്നിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് ഡേ ടു ഡേ യൂസേജിൽ നമുക്ക് ലഭിക്കുന്നു. ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സൈഡിൽ നിന്ന് നോക്കിയാൽ ആൻഡ്രോയിഡ് ലെവലിൽ അധിഷ്ഠിതമാണ്. അതുപോലെ തന്നെ OS വന്നിരിക്കുന്നത് സാംസങ്ങിന്റെ സ്വന്തം OS ആയ One UI 3.1 ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ റാം ടൈപ്പ് വന്നിരിക്കുന്നത് LPDDR4X റാം ആണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് ടൈപ്പ് വന്നിരിക്കുന്നത് EMS 5.1 ആണ്. മറ്റു ഫീച്ചേഴ്സ് ആയ വൈഫൈ കോളിംഗ്, OTG സപ്പോർട്ട്, അതുപോലെ ഡബിൾ അറ്റ്മോസ്ഫിയർ കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ബോഡി ടൈപ്പ് നോക്കിയാൽ ഫോണിന്റെ വലതുവശം നോക്കിയാൽ പവർ ബട്ടണും വോളിയം റോക്കേഴ്സും കാണാം. പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇടതുവശം നോക്കിയാൽ സിം ട്രേ വന്നിരിക്കുന്നത്. സിം വന്നിരിക്കുന്നത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. ഫോണിന്റെ മുകൾഭാഗത്ത് നോക്കിയാൽ മൈക്ക് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ താഴെ നോക്കിയാൽ 3.5mm ഓഡിയോ ജാക്കറ്റ്, അതുപോലെ മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് C പോർട്ട്, സ്പീക്കർ ഗ്രിൽ കാണാവുന്നതാണ്. ഫോണിന്റെ ബാറ്ററിയുടെ ഭാഗത്തു നിന്നുമാണെങ്കിൽ 6000 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. അതിനായി ചാർജിംഗ് 25 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ബോക്സിൽ 15 വാട്ടിന്റെ ചാർജിംഗ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഫോണിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 196 ഗ്രാം ആണ്. ഇതിന്റെ പ്രൈസ് കാറ്റഗറിയിൽ നോക്കിയാൽ 2 വേരിയന്റ് ലഭ്യമാണ്. 4GB റാം, 64GB, അതുപോലെ തന്നെ 6GB റാം, 128GB. ഈ മൊബൈൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിന്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.